ദൈവമാണ് എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവെന്ന് സഭ പറയുന്നത്. മണ്ണ് കുഴച്ച് മനുഷ്യനുണ്ടാക്കി എന്നൊക്കെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. പക്ഷെ സയൻസ് പഠിക്കുമ്പോൾ സൃഷ്ടിയെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. അത് മറ്റു പല തിയറികളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിലെ ചില കാര്യങ്ങൾ തെളിയിച്ചു, ചിലത് ഇനി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ശാസ്ത്രം പറയുന്ന സിദ്ധാന്തങ്ങളൊന്നും ബൈബിളിൽ കാണാനുമില്ല. അപ്പോൾ പിന്നെ സഭ പറയുന്നത് തെറ്റായിരിക്കുമോ? നമ്മുടെ ഈ മൊബൈലിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ എത്ര പേർക്ക് ഇതിൻ്റെ സയൻസ് അറിയാം? ഇതിൻ്റെ സ്ക്രീൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് വൈഫൈ സിഗ്നൽ പിടിച്ചെടുക്കുന്നത്, ഹോട്ട്സ്പോട്ട് ഓൺ ആകുമ്പോൾ മറ്റ് മൊബൈലുകൾക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിൽ എത്ര പേർക്ക് അറിയാം? പക്ഷെ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് എന്താ? ഇന്ന് ഞാൻ എന്തിനു വേണ്ടിയാണ് മൊബൈൽ ഉപയോഗിച്ചിട്ടുള്ളത്, എത്ര സമയം ഞാൻ ഉപയോഗിച്ചു, എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ മൊബൈൽ ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് മൊബൈലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അല്ലാതെ ഇതിൻ്റെ പുറകിലുള്ള സയൻസ് ആയിരിക്കില്ല. ഒരു കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്, ശാസ്ത്രത്തിൻ്റേതല്ലാത്ത ഒരു പ്രധാനപ്പെട്ട മേഖല നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നൊരു വസ്തുത. അർത്ഥങ്ങളുടെയും മൂല്യങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയൊക്കെ ഒരു തലം. ഒരുപക്ഷെ നമ്മുടെ അനുദിന ജീവിതത്തിൽ, ഡെയിലി ലൈഫിൽ ഓരോ നിമിഷത്തിലും എന്ത് ചെയ്യണമെന്ന് തീരുമാനം എടുക്കാൻ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ശാസ്ത്രത്തിൻ്റേതല്ലാത്ത തലമാണ്. ഉദാഹരണത്തിന് നമ്മൾ മൊബൈൽ ഫോണിനെ കുറിച്ച് പറഞ്ഞു. മൊബൈൽ വർക്ക് ചെയ്യുന്നത് സയൻസ് ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഞാനിന്ന് എത്ര സമയം എന്തിനു വേണ്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കണം എന്ന് ഞാൻ തീരുമാനിക്കുന്നത് സയൻസ് ഉപയോഗിച്ചിട്ടല്ല. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊടുക്കുന്ന അർത്ഥത്തിനും ലക്ഷ്യത്തിനനുസരിച്ചാണ്. ഒരു ലക്ഷ്യമില്ലാത്തതാണ് എൻ്റെ ജീവിതമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെങ്കിൽ ഒരു സമയത്ത് എന്താണോ എൻ്റെ ഉള്ളിൽ തോന്നുന്നത് അതുപോലെ ഞാൻ ചെയ്യും. ഒരു 3 മണിക്കൂർ ചുമ്മാ റീൽസ് കണ്ടിരിക്കാനും എനിക്കൊരു പ്രശ്നവും തോന്നില്ല. അതുപോലെ ഓരോ വസ്തുക്കളെയും വ്യക്തികളെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ അതിനൊക്കെ കൊടുക്കുന്ന അർത്ഥത്തിനും മൂല്യത്തിനും അനുസരിച്ചാണ്. ഞാൻ വിശന്നിരിക്കുമ്പോഴും ഭക്ഷണം കിട്ടാത്തൊരു സഹോദരന് ആദ്യം ഭക്ഷണം കൊടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നെങ്കിൽ അത് എന്നേക്കാളും മൂല്യം ഞാൻ അവന് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ്. നാച്ചുറൽ സയൻസിന് ഒരു അക്ഷരം പോലും പറയാൻ പറ്റാത്ത ഇങ്ങനെയുള്ളൊരു പ്രധാനപ്പെട്ട തലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ജീവിക്കാനായിട്ട് സയൻസ് ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം പോരാ എന്ന് നമുക്ക് സമ്മതിക്കാനായിട്ട് പറ്റും. ബയോളജി ടെക്സ്റ്റിൽ പോയിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഒരു ദരിദ്രന് ഭക്ഷണം കൊടുക്കേണ്ടത് എന്ന് തിരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഏത് കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിനാണ് ജീവിക്കാനായിട്ട് ഞാൻ എൻ്റെ സഹോദരനോട് ഇടപഴകേണ്ട എൻ്റെ ജീവിത മൂല്യങ്ങൾ പകർന്നു തരാനായിട്ട് പറ്റുക? അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ 2 തലങ്ങളെക്കുറിച്ചും, അതായത് നാച്ചുറൽ സയൻസിൻ്റെ തലത്തെക്കുറിച്ചും അർത്ഥങ്ങളുടെയും മൂല്യങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ആ ഒരു തലത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള അറിവുകൾ കൈമാറുന്ന രീതികൾ, മെത്തേഡ്സ് വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ഈ നാച്ചുറൽ സയൻസിനെ കുറിച്ചുള്ള സത്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് നാച്ചുറൽ സയൻസുകളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ്. ബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്. അങ്ങനെയുള്ള ടെക്സ്റ്റുകളിലുള്ള തിയറീസും ഇക്വേഷൻസും ഫോർമുലാസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതേസമയം അർത്ഥങ്ങളുടെയും മൂല്യങ്ങളുടെയും ലക്ഷ്യത്തിൻ്റെയും ഒക്കെ ആ ഒരു തലത്തെക്കുറിച്ച് നമുക്ക് അറിവ് പകർന്നു കിട്ടുന്നത് ഇതുപോലുള്ള സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചിട്ടായിരിക്കില്ല. അത് ചിലപ്പോൾ കഥയിലൂടെ ആകാം, ചിലപ്പോൾ കവിതയിലൂടെ ആകാം, ചിലപ്പോൾ ഉപമകളിലൂടെ ആവാം. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള ഒരു കഥയാണ് പുലി വരുന്നേ എന്ന് തമാശയ്ക്ക് വേണ്ടി പറഞ്ഞ ഒരു ആട്ടിടയും കുഞ്ഞിൻ്റെ കഥ. അവ ആടുകളെ മേയ്ക്കാനായിട്ട് പോയി. അവന് നേരം പോകാതിരിക്കുമ്പോൾ അവൻ പുലി വരുന്നേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. അപ്പോൾ ആളുകളെല്ലാം ഓടി വന്നു. പുലിയൊന്നുമില്ല. അവൻ അവരെയൊക്കെ കളിയാക്കി പറഞ്ഞയച്ചു. രണ്ടാമതും അവൻ അത് തന്നെ ചെയ്യുന്നു. അപ്പോഴും ആളുകളൊക്കെ ഓടി വന്നു, പരിഹാസ്യരായിട്ട് തിരിച്ചുപോയി. മൂന്നാമത് ശരിക്കും പുലി വന്നു. അപ്പോൾ അവൻ നിലവിളിച്ചു, അയ്യോ പുലി വരുന്നേ. പക്ഷെ ആളുകൾ ആരും തന്നെ അവനെ സഹായിക്കാനായിട്ട് വന്നില്ല. അങ്ങനെ അവൻ്റെ ആടുകളെ പുലി തിന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നുണ പറയുന്നവനാകുമ്പോൾ പതിയെ മറ്റുള്ളവരെന്നെ വിശ്വസിക്കാതെ ആയി തുടങ്ങും. അവരെന്നെ ട്രസ്റ്റ് ചെയ്യാതെ വരുമ്പോൾ പിന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് ഞാൻ നുണ പറയരുത്. ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ ഒരു മൂല്യം ഒരു പുസ്തകത്തിൽ അതേപടി നേരിട്ടായിരിക്കില്ല പറയുക. അതീ പറഞ്ഞതുപോലെ ചിലപ്പോൾ കഥയിലൂടെ ആകാം, കവിതയിലൂടെ ആകാം, ഉപമയിലൂടെ ആകാം, ചിലപ്പോൾ മറ്റൊരു രീതിയിലായിരിക്കും ആ മൂല്യങ്ങൾ നമുക്ക് പകർന്നു കിട്ടുക. ഇനിയൊന്ന് ബൈബിളിലേക്ക് വരാം. ബൈബിൾ എന്നത് അർത്ഥങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും മൂല്യങ്ങളുടെയും ഒക്കെ തലത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കാനായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുടെ കളക്ഷനാണ്. ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന ഉൽപ്പത്തി പുസ്തകം അത് എഴുതപ്പെട്ടത് നമുക്ക് നാച്ചുറൽ സയൻസിൻ്റെ അറിവുകൾ പകർന്നു തരാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥത്തിൻ്റെയും ലക്ഷ്യത്തിൻ്റെയും മൂല്യങ്ങളുടെയും ഒക്കെ ഒരു തലം പകർന്നു തരാൻ വേണ്ടിയിട്ടാണ്. അവിടെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഏതൊക്കെ ആറ്റങ്ങൾ കൊണ്ട്, എന്തൊക്കെ മൂലകങ്ങൾ കൊണ്ട് ജീവനുണ്ടായി, എങ്ങനെയാണ് മനുഷ്യനുണ്ടായത് എന്നൊക്കെ പറഞ്ഞു തരിക എന്നുള്ളതല്ല ആ പുസ്തകത്തിൻ്റെ ലക്ഷ്യം. കാരണം അവിടെ കൈകാര്യം ചെയ്യുന്നത് സൃഷ്ടികർമ്മത്തിൻ്റെ സയൻസ് അല്ല,
അതിൻ്റെ ദൈവശാസ്ത്രവും ആധ്യാത്മികതയും അതിലൂടെ ലഭിക്കുന്ന ലോകവീക്ഷണമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ വാച്യാർത്ഥം മാത്രമല്ല, അത് പകരുന്ന അർത്ഥങ്ങളുടെയും മൂല്യങ്ങളുടെയും തലം കൂടിയാണ് നമ്മളെടുത്ത് പരിശോധിക്കേണ്ടത്. നമ്മളും ദൈവവും തമ്മിലും, നമ്മളും മറ്റു മനുഷ്യരും തമ്മിലും, നമ്മളും മറ്റു ജീവജാലങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് പറയാനായിട്ട് ഒരാൾ ശ്രമിക്കുമ്പോൾ അവിടെ പോയിട്ട് നമ്മൾ നാച്ചുറൽ സയൻസിൻ്റെ ഉത്തരങ്ങൾ തേടരുത്. അതൊരു മണ്ടത്തരല്ല. സൃഷ്ടികർമ്മത്തിൻ്റെ തിയോളജിയും സ്പിരിച്വാലിറ്റിയും ഒക്കെയാണ് ഉൽപ്പത്തി പുസ്തകം അവിടെ പറയുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഈ സൃഷ്ടികർമ്മം എന്നൊരു കാര്യം ഉണ്ടെങ്കിലല്ലേ അതിൻ്റെ ദൈവശാസ്ത്രവും ആധ്യാത്മികതയൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ. അതുണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയുക? സയൻസ് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ.